സീറോ മലബാർ നേതൃത്വത്തോട് വിശ്വാസികൾ ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ ദിവസം ഏവരുമായി പങ്കിട്ട വീഡിയോ ഉളവാക്കിയ പ്രതികരണങ്ങളിൽ ചിലത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനോടനുബന്ധമായ 1-2 കാര്യങ്ങൾ ലളിതമായി പ്രതിപാദിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. അനേക പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏതാനും പ്രതികരണങ്ങൾ ഒന്ന് വായിക്കുക മാത്രം ചെയ്യുകയാണ്. ആരാണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ ഇത് കാണാവുന്നതാണ്. സീറോ മലബാർ സഭയിൽ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. അതിന് അങ്ങയുടെ ഉപദേശം ആവശ്യമില്ല. ഇതാണ് ഒരു പ്രതികരണം. അടുത്ത പ്രതികരണം താങ്കൾ അറിവിൻ്റെ നിറകുടമായ പരിഹാസി തന്നെ ചുമ്മാതെ ജൽപ്പിക്കരുത്. ഞാൻ ചുമ്മാതെ ജൽപ്പിക്കുകയാണെന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തേത്, തൻ്റെ ചോദ്യം വീട്ടിൽ പോയി ചോദിക്കും. അവസരം മുതലാക്കാൻ നോക്കുന്നു. മര്യാദയല്ലെങ്കിൽ ചില കാര്യങ്ങൾ കമൻറ്റിലൂടെ അങ്ങോട്ട് വേണോ? വാശി പിടിപ്പിക്കരുത്. വളരെ രസകരമായ ഒരു പ്രതികരണമാണ്. പിന്നെ വേറൊരു പ്രതികരണം, യു ഡോണ്ട് ഹാവ് ടു ഇൻ്റർവീൻ ഇൻ ദ അഫെയർസ് ഓഫ് ആർ ചർച്ച്. ഞങ്ങളുടെ കാര്യത്തിൽ നീ അതിനാണ് കൈയിടുന്നത്. അടുത്ത പ്രതികരണം, ഈ മെസ്സേജ് ഇട്ടവനാണ് സയനൈഡ്. ഞാൻ സിരഡിനെ സയനൈഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യണമെന്ന് ചോദിച്ചതിന് പ്രതികരണമായിട്ട് ഞാൻ വളരെ ബഹുമാനത്തോടെ ഈ പ്രതികരണം സ്വീകരിക്കുന്നു. മെസ്സേജ് ഇട്ടവനാണ് സയനൈഡ്. അടുത്ത പ്രതികരണം, വിവരമുള്ളവർ വിഡ്ഢിത്തം പറയരുത്. എനിക്ക് വിവരമുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് ഏതാണ്ട് ബോധ്യമായത്. വിവരമുള്ളവർ വിഡ്ഢിത്തം പറയരുത്. അടുത്ത പ്രതികരണം, ഇങ്ങനെ കുറച്ച് നാളായല്ലോ ഈ കുത്തിത്തിരപ്പ് തുടങ്ങിയിട്ട്. അടുത്ത പ്രതികരണം, അതോടെ നിർത്താം. ഒത്തിരി ഉണ്ട്, എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇയാൾക്ക് സ്വന്തം സഭയിലെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. ആദ്യം വിഴുപ്പലക്കി വെളുപ്പിക്കുക. മൊളസ്റ്റേഷൻ കുറച്ച് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്നതിൻ്റെ പേര് മൊളസ്റ്റേഷൻ എന്നാണ് ഈ സുഹൃത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നത് ഏകദേശം സ്പഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടെ അതൊന്ന് വെളിപ്പെടുത്തുന്നത് പ്രയോജനപ്പെടുമെന്ന് കരുതുകയാണ്. എനിക്ക് 2 കാര്യങ്ങളെ തൽക്കാലം ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ആദ്യമായി പറയാനുള്ളത്, സീറോ മലബാർ സഭയിലെ ഈ കുർബാന സംബന്ധമായ വിശുദ്ധ തമ്മിലടി പൊതുവായി അവതരിപ്പിക്കുമ്പോൾ, ഒരിക്കൽ അവതരിപ്പിക്കുക മാത്രമല്ല അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, അത് മാധ്യമങ്ങളിൽ കൂടെ എല്ലാ വീടുകളിലും അനുസ്യൂതം എത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ള അവകാശം ഈ കേരളത്തിലുള്ള മലയാളം അറിയാവുന്ന എല്ലാവർക്കുമുണ്ട്. ക്രിസ്ത്യാനികൾക്കുണ്ട്, അക്രൈസ്തവർ ആയിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഏതെങ്കിലും കാര്യത്തെപ്പറ്റി പൊതുവായ ഒരു പ്രതികരണം ഉണ്ടാകരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ അതിനെ തിരശ്ശീലയ്ക്ക് പിറകിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ ദിവ്യബലി സംബന്ധമായ ആവേശം പ്രകടിപ്പിക്കുവാൻ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയസിസിലെ വിശ്വാസികൾക്ക് ആവശ്യമുണ്ട്. അവർക്ക് മുട്ടുന്നു. ആ ആവേശം പ്രകടിപ്പിക്കാൻ അവർ ആകെ അറിയുന്ന വഴി ഈ തമ്മിലടിയാണ്. അതുകൊണ്ട് അവർക്ക് അത് നിർവഹിച്ചേ മതിയാവും. അതവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് ആകെപ്പാടെ ഒരപേക്ഷയുള്ളൂ. നിങ്ങൾക്ക് എത്രയോ വലിയ ഓഡിറ്റോറിയമുണ്ട്, ഹാളുണ്ട്, വിശാലമായ. അവിടെ കയറി അതിൻ്റെ എല്ലാ വാതിലുകളും അടച്ച് ആരും കാണാത്ത വിധത്തിൽ തമ്മിലടിച്ചുകൂടെ?
ഇത് പൊതുരംഗത്ത് വന്ന് മീഡിയയുടെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് ഈ മാമാങ്കം അവതരിപ്പിച്ചിട്ട് ആരും അതിനോട് പ്രതികരിക്കരുത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. സാമാന്യ യുക്തിയുള്ളവർ, എല്ലാവർക്കും സാമാന്യ യുക്തി വേണമെന്ന് ഞാൻ പറയുന്നില്ല, സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിഴുപ്പ് പണ്ടം പൊതു രംഗത്ത് നിരത്തിൽ വന്ന് അലക്കിയാൽ അതെന്താണോ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പൊതുരംഗത്ത് ഈ പരിപാടി നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ആളുകളെ വന്ന് കടിക്കുവാൻ അവിടെയുള്ള പട്ടിക്ക് പോലും അവകാശമുണ്ട്. ഞാൻ അതുപോലൊരു പട്ടിയാണെന്ന് വിചാരിച്ചാൽ മതി. എന്നാലെങ്കിലും ഈ നാണക്കേടൊന്ന് അവസാനിപ്പിക്കാമോ? നിങ്ങൾ യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റിയാണല്ലോ ഈ തമ്മിലടിക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ഒരേ ഒരു കൽപ്പനയെ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതിൻ്റെ അടയാളപ്പെടുത്തലായി നൽകിയിരിക്കുന്ന ഈ അതുല്യമായ സക്രമെൻ്റൽ അനുഭവം, അതിനെ നിങ്ങൾ ഇത്രമാത്രം വികൃതമാക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാവരും, എല്ലാ മലയാളിയുടെയും ശ്രദ്ധ പിടിച്ചു പറ്റത്തക്കവണ്ണം പൊതുരംഗത്ത് വന്ന് നിങ്ങൾ കുരിശുയുദ്ധം നടത്തുമ്പോൾ അതിനെപ്പറ്റി അതാരും കാണരുത്, അത് കണ്ടാലാരും പ്രതികരിക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഇതെന്താണ് മനസ്സിലാക്കാത്തത്? അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി കുടുംബകലഹം നടത്തുന്നു. അപ്പോൾ എല്ലാ വീട്ടിലും കുടുംബകലഹമുണ്ട് നമുക്ക് വിചാരിക്കാം. അത് നിങ്ങളുടെ വീടിനകത്താണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഭാര്യയെ അനാവശ്യമായി ദേഹോദ്രവിപ്പിച്ചാൽ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പിടിയിൽപ്പെടും. അതുകൊണ്ട് അങ്ങനെ ആരും അതിന് പോകരുത്. എന്നാലും വാക്കുതർക്കമുണ്ടായി, വാഗ്വാദമുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, അത് വീടിനകത്ത് നിർത്തിയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തെരുവിൽ വന്ന് കടിപിടി കൂടിയാൽ ആളുകൾ ഇടപെടും, യാതൊരു സംശയവും വേണ്ട. കുറഞ്ഞ പക്ഷം പോലീസെങ്കിലും പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഈ കാര്യത്തിൽ പോലീസ് പക്ഷാഭേദത്തിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം മെത്രാന്മാരുടെ സ്വാധീനം പിണറായി വിജയനിൽ ധാരാളം പ്രവർത്തിക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ നല്ല കറതീർന്ന ഒരു മാർക്സിസ്റ്റ് ചിന്തകനായതുകൊണ്ട് വർഗീയതയ്ക്കപ്പുറത്ത് ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിവില്ല എന്നത് അനുദിനം അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മെത്രാന്മാർ വിളിച്ചാൽ ഉടനെ പോലീസിനെ വിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഒരു പുരോഹിതൻ്റെ ലോഹ കീറി അവൻ്റെ ശരീരഭംഗി പ്രദർശിപ്പിച്ചൊക്കെ വീഡിയോ ടെലിവിഷനിൽ കൂടെ ഞാൻ കണ്ടതാണ്. അത്രമാത്രം അസഹനീയമായ കാഴ്ചകളാണിത്. ഇത്ര അരോചകമായ ദൃശ്യങ്ങളാണ്. ഇതൊക്കെ വഴിയൊരുക്കിയിട്ട് അതിനെപ്പറ്റി ആരും ഒന്നും പ്രതികരിക്കരുതെന്ന് പറയാൻ മുഴുവൻ ഭ്രാന്തുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതിനോടനുബന്ധമായിട്ടുള്ളത്, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഞാൻ കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. കത്തോലിക്ക സഭയ്ക്ക് എല്ലാ സഭകൾക്കും നന്മ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ സഭയെ മനസ്സിലാക്കുന്നത് ജനങ്ങൾ എന്ന ആശയത്തിൽ കൂടെയാണ്, അല്ലാതെ മെത്രാന്മാരിൽ കൂടെയോ സിനഡിൽ കൂടെയോ ഒന്നുമല്ല. ജനം ദൈവത്തിൻ്റെ സമ്പത്താണ് എന്ന് ആത്മാർത്ഥമായി അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് അവരുടെ ആത്മീയമായ ഭദ്രതയ്ക്ക് കോട്ടം വരികയും അവരുടെ വ്യക്തിത്വത്തിൽ കറപുള്ളുകയും ചെയ്യുന്ന പരിപാടികൾ യേശുവിൻ്റെ പേരിൽ സഭയിൽ ആവിഷ്കരിക്കപ്പെടുമ്പോൾ അതിനെ വിമർശിക്കേണ്ട ഗതികേട് എനിക്ക് വരുന്നത്. എനിക്ക് ജനങ്ങളെപ്പറ്റി കരുതലില്ലെങ്കിൽ ഞാൻ മെത്രാന്മാരുമായി കൂടിച്ചേർന്ന് എനിക്ക് ഭൗതികമായ പ്രയോജനം ഉണ്ടാക്കാനുള്ള പരിപാടികളും ചെയ്യാനെ കൊണ്ടുവെക്കും. അധികാരത്തിലിരിക്കുന്നവരുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഞാൻ ഇപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് എൻ്റെ സഹോദരങ്ങളായ സഹവിശ്വാസികളോട് അത്രമാത്രം സ്നേഹവും കരുതലും ഉണ്ട് എന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കിയാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതെൻ്റെ സത്യമാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലാഭം അന്വേഷിച്ച് നടന്നേനെ.
അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭ, നിങ്ങൾ സ്നേഹിക്കുന്ന സഭ, വളരെയധികം എരിവോടുകൂടെ നിങ്ങൾ വിലമതിക്കുന്ന നിങ്ങളുടെ സഭ, ആ സഭയോട് നിങ്ങൾക്ക് കാണിക്കാവുന്ന ഏറ്റവും നല്ല നീതിയും വിശ്വസ്തതയും എന്താണ്? നിങ്ങളുടെ സഭയ്ക്ക് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ നല്ല സംഭാവന ഏതാണ്? സഭയ്ക്കകത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മാലിന്യം, അതിന് യാതൊരു കുറവും വരാതെ അപ്രകാരം തന്നെ സൂക്ഷിക്കുകയും അത് അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്യത്തക്കോണം അവനെ സംരക്ഷിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അല്പം വെള്ളവും ചൂലും കൊണ്ടുവന്ന് അടിച്ച് കളയുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഇരിപ്പ് മുറിയിൽ, പാർലറിൽ, ലിവിങ് റൂം, അവിടെ അയലത്തെ ഒരു പട്ടി വന്ന് കാഷ്ടമിട്ടാൽ നിങ്ങളതിനെ സംരക്ഷിക്കുമോ അതോ കഴുകിക്കളയുമോ? നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ തന്നെ വളർത്തുന്ന പട്ടി, നല്ല ഒന്നാന്തരം ഒരു ജർമ്മൻ ഷെപ്പേർഡ്, അല്ലെങ്കിൽ ഒരു അൽസേഷ്യൻ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ഡെയിൻ, നല്ല കനത്തിൽ സംഭാവന ഇട്ടു, നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ സംരക്ഷിക്കും അതോ കഴുകിക്കളയും? അത്രയെങ്കിലും ബുദ്ധി നമ്മൾ കാണിക്കണ്ടേ? ഇനിയും ഇത് സംബന്ധമായി നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ദയവായി മനസ്സിലാക്കുക. ക്രിസ്ത്യാനികളുടെ ഇടയിൽ സഭാവിഭാഗങ്ങളുണ്ട് എന്നും ഓരോ സഭയും മറ്റൊരു സഭയ്ക്ക് തീണ്ടൽ കൽപ്പിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് ഭാഗ്യവശാൽ ഇന്നും പൊതുജനത്തിന് അറിഞ്ഞുകൂടാ. ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ 2.18% മാത്രമാണ്. നിങ്ങൾ ലോകത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ പരിഗണിക്കുന്ന വിധം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാകും. അതെന്താണ്? ന്യൂനപക്ഷങ്ങളെ ഒരു സമൂഹത്തിൽ, ഒരു രാഷ്ട്രത്തിൽ വീക്ഷിക്കുന്നത് അത് ഒരു ഒറ്റക്കെട്ട് എന്ന നിലയിലാണ്. അവരുടെ ഇടയിൽ എത്ര വിഭാഗങ്ങളുണ്ട് എന്നൊന്നും ആരും നോക്കില്ല. അതുകൊണ്ട് എൻ്റെ സഭ നിൻ്റെ സഭ, നിൻ്റെ സഭ പോയി നന്നാക്കുക, എൻ്റെ സഭയെ നീ തുടരുത് എന്നൊക്കെ പറയുന്നത് ബോധമില്ലാത്തവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നാം എപ്പോഴും നാം വസിക്കുന്ന ഈ സമൂഹത്തിൽ, ഈ രാജ്യത്തിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം. കാരണം നാം സുവിശേഷവും പേറിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു ന്യൂനപക്ഷമായ ക്രിസ്തീയ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സഭയിൽ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ ഭൂരിപക്ഷത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ, പൊതുജനത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് ആ വിശ്വാസ സമൂഹത്തിനെ മുഴുവനും ബാധിക്കുന്ന കാര്യമാണ്. അവിടെ കത്തോലിക്കനാണ് ചെയ്തത്, തെരുവിൽ വന്ന് തമ്മിലടിച്ചത് കത്തോലിക്കനാണ്, പെന്തക്കോസ്തല്ല, അല്ല CSI സഭ അല്ല എന്നാരും കരുതുകയില്ല. ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണെന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ. അങ്ങനെ പറയുന്നതിൽ ന്യായമുണ്ട്. അതിൻ്റെ ഒരു ന്യായം ഞാൻ പറയാം. നമ്മൾ ഭരണഘടനയെ ആശ്രയിക്കുന്ന ആളുകളാണല്ലോ. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഭരണഘടനയെ നമ്മൾ ആശ്രയിക്കുക. അതിൽ 30-ാം അനുച്ഛേദം, അവിടെ മത ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുള്ള അവകാശമുണ്ട്. മത ന്യൂനപക്ഷമാണ്. അവിടെ സഭാപരമായ വ്യത്യാസമില്ല. നാം എല്ലാവരും ക്രിസ്തു മതത്തിൻ്റെ അംഗങ്ങളാണ്. അതിനകത്ത് ഒരാൾ കത്തോലിക്കനായിരിക്കും, ഒരാൾ യാക്കോബക്കാരനായിരിക്കും, ഒരാൾ ഓർത്തഡോക്സുകാരനായിരിക്കും. അതൊന്നും നിയമത്തിൻ്റെ മുമ്പിൽ വിലപ്പോകുന്നതല്ല. ഭരണഘടനയുടെ കണ്ണിൽ നോക്കുമ്പോൾ നാം എല്ലാവരും ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ചെയ്യുന്നത് എല്ലാ ക്രിസ്ത്യാനികളും ചെയ്യുന്നതായിട്ടേ മനസ്സിലാകത്തുള്ളൂ. ദയവായി അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അതേസമയം ഭൂരിപക്ഷ സമൂഹം, അതായത് ഹിന്ദു കമ്മ്യൂണിറ്റി, അതിലാരെങ്കിലും അനാശാസ്യമായി പ്രവർത്തിച്ചാൽ അതൊരു വ്യക്തിയുടെ പ്രവർത്തനമായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഈ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ സഭയാണ്, താനെന്തിനാ ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നത് സാമാന്യ വിവരമില്ലാത്തത് കൊണ്ട് മാത്രമേ ചോദിക്കാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ നീ അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാൻ നിർത്താൻ പോവുകയാണ്.
താൻ എന്തിനാണ് ഞങ്ങളുടെ സഭയിൽ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതിനെപ്പറ്റി പരാമർശിക്കുന്നതെന്ന് ചോദിക്കുന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഞങ്ങളുടെ സഭയിൽ സംഭവിക്കുന്നത് തെറ്റാണോ ശരിയാണോ? അത് തികച്ചും തെറ്റാണ് എന്ന ആ ഒരു ബോധം ഈ പ്രതികരണത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന കാര്യം താൻ എന്തിനാണ് പരാമർശിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന തിരിച്ചറിവെന്നാണ് ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത് മറ്റാർക്കും പരാമർശിക്കാൻ കൊള്ളാത്ത കാര്യമാണെന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ല വേറെ എന്തെങ്കിലും ധ്വനി അതിനകത്തുണ്ടോ? ലോകത്തിലാർക്കും വാഗൊണ്ട് പറയാൻ വയ്യാത്ത കാര്യമാണ് ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അതുകൊണ്ട് താൻ എന്തിനാണ് അതിനെപ്പറ്റി പറയുന്നത് എന്നല്ലേ എൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ദുഷിച്ചു നിറഞ്ഞ ചീഞ്ഞളിഞ്ഞ സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടേയിരിക്കുന്നതാണോ? ഒരു വ്രണമുണ്ടെങ്കിൽ അത് പഴുത്ത് ഇരിക്കുന്നതാണോ? അത് കരിയുന്നതാണോ നല്ലത്? എന്തുകൊണ്ടാണ് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാത്തത്? ഞാൻ ഇനി വേറൊരു ചെറിയ ഉദാഹരണം കൂടെ പറയാം, ഈ സാഹചര്യത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. ഞാനൊരു കാലത്ത് തുടരെ അമേരിക്കൻ ഐക്യനാടുകളിൽ പല ആളുകളുടെ ക്ഷണം കൊണ്ട്, നിർബന്ധം കൊണ്ട് ഞാൻ സന്ദർശിക്കാൻ പോകുമായിരുന്നു. പ്രത്യേകിച്ച് CSI മാർത്തോമാ സഭകളിൽ ഉള്ള ക്ഷണം, ഇൻവിറ്റേഷൻ. അങ്ങനെ ഞാനവിടെ തുടരെ പോയിക്കൊണ്ടിരുന്നപ്പോൾ വളരെ സങ്കടകരമായ ഒരവസ്ഥ CSIക്കാരുടെ ഇടയിൽ ഞാൻ കണ്ടു. അതെന്താണ്? ഒരു വീട്ടിൽ അപ്പനും അമ്മയും ഒരു വഴിക്ക്, കുഞ്ഞുങ്ങൾ മറ്റൊരു വഴിക്ക്. ഒട്ടുമുക്കാലും വീടുകളിൽ കുടുംബം രണ്ടായി പിളർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അപ്പനും അമ്മയും കേരളത്തിൽ പണ്ട് പരിശീലിച്ച ഈ സഭയോടുള്ള അടിമത്വം, അതുകൊണ്ട് മെത്രാൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ കിടന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സഭ, CSIയുടെ ഏത് അമേരിക്കൻ ഐക്യനാടുകളിലെ ഏത് സഭയിൽ പോയാലും, ഏത് പള്ളിയിൽ പോയാലും അവിടെ വലിയ സംഘർഷമാണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവിടെ മക്കൾ ഈ പള്ളി വിട്ട് അവിടുത്തെ ലോക്കൽ പള്ളികളിൽ പോയി തുടങ്ങി. അതുകൊണ്ട് ഒരു വീട് രണ്ടായിട്ട് മുറിഞ്ഞു പോയി. ആത്മീയത കൊണ്ട് നേടിയെടുക്കുന്ന നേട്ടങ്ങളാണിവ. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇതുകൊണ്ട് കണ്ണുനീരിലാണ്ടുപോയ വ്യക്തികളെ മാത്രമേ ഞാനവിടെ കണ്ടിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി ഞാൻ 2006 എൻ്റെ ഓർമ്മ, ഒരു ചെറിയ ഇടപെടൽ നടത്തി. അത് അവിടുത്തെ അച്ഛന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ച് എപ്രകാരം പരസ്പരം അകന്നു പോയ മാതാപിതാക്കന്മാരും അവരുടെ മക്കളും അവരൊന്നായി സന്തോഷത്തോടെ വസിക്കത്തക്കവണ്ണം സഭയുടെ ജീവിതത്തിൽ ആത്മീകമായ ഒരു നവീകരണം സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നാം ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞപ്പോൾ, അന്നത്തെ മധ്യ കേരള ഡയസിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് തോമസ് സാമുവൽ കുപിതനായി എന്നെ ഒരു പള്ളിയിലും കയറ്റരുത് എന്ന കൽപ്പനയിട്ടു. ഞാൻ വലിയ അപകടകാരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അവിടെയുള്ള CSI പള്ളികളിൽ വലിയ രാഷ്ട്രീയം കൊണ്ടുവന്ന് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിച്ച് അതിൽ ഒരു കൂട്ടരെ തൻ്റെ കീഴിലാക്കി, മറ്റേ കൂട്ടരെ സിനഡിൻ്റെ കീഴിലാക്കി, ഇവർ തമ്മിലുള്ള അകൽച്ച കൊണ്ട് ബിഷപ്പിൻ്റെ ആധിപത്യം അവരുടെ മേൽ സ്ഥാപിച്ച് അതുകൊണ്ട് മുതലെടുത്തുകൊണ്ടിരിക്കുന്ന തോമസ് സാമുവൽ ബിഷപ്പിന് ഈ ശണ്ട അവസാനിപ്പിച്ച് ജനം ഒന്നായി തീർന്ന് ആരാധിച്ചാൽ അവരുടെ മേൽ തനിക്കുള്ള ആധിപത്യത്തിൻ്റെ വീര്യം കുറഞ്ഞു പോകുമോ എന്ന പേടികൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഐക്യം വരുന്നത് ഒരു വലിയ അപകടമാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി. പണക്കൊതി കൊണ്ടുവരുന്ന പ്രശ്നമാണിത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ എന്നിൽ നിന്ന് കുത്തിത്തിരിപ്പിക്കാൻ അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ കത്തോലിക്കക്കാരുടെ മാത്രം കാര്യം പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. അതുപോലെ നാറുന്ന അവസ്ഥയാണ് CSI മധ്യ കേരള ഡയസിസിലുമുള്ളത്, CSIയുടെ എല്ലാ ഡയസിസിലുമുള്ളത്. ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. പക്ഷേ
കത്തോലിക്കക്കാർ കാണിക്കുന്ന അതേ മണ്ടത്തരം CSIക്കാരും കാണിക്കും. അവരുടെ സഭയോടുള്ള എരിവ് എന്താണ്? സഭയ്ക്കുള്ളിലുള്ള എല്ലാ അധപ്പതനവും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളും അതിനെ സംരക്ഷിക്കുക. അതിനെ ആരും കണ്ടെന്ന് പറയരുത്, അതിനെ വിമർശിക്കരുത്. ശവം പള്ളിക്കകത്തിരുന്ന് ചീഞ്ഞു നാറുന്നതാണ് ഞങ്ങളുടെ സുഗന്ധം എന്ന് പറയുന്ന മണ്ടത്തരം. ഇതുകൊണ്ട് ഭവനങ്ങൾ നശിച്ചു പോകുകയാണ്, വ്യക്തികളുടെ കണ്ണടഞ്ഞു പോവുകയാണ്. ഭീകരമായ അപകടമാണിത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം, ഒരു റെഫറൻസ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഷ്ലെയർമാഖർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം സ്പീച്ചസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ദ സ്പീച്ചസ് ഓഫ് ഷ്ലെയർമാഖർ, SCHLEIRMACHER എന്നാണ് സ്പെല്ലിംഗ് അതിൻ്റെ ഓർമ്മ. ഷ്ലെയർമാഖർ. അതിൽ രണ്ടാമത്തെ സ്പീച്ച്, അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ചോദ്യം ചോദിക്കും: മതമില്ലാത്തതാണോ? അല്ല, ഒരു സത്യ മതമില്ല, ഒരു മതവുമില്ല. രണ്ടാമത്തേത്, ഒരു മതമുണ്ട്, പക്ഷേ ഈ മതം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രണ്ട് സാധ്യതകളാണെന്ന് വിചാരിച്ചു. ഒന്ന്, മതമില്ല, ഇല്ലേ ഇല്ല. രണ്ട്, മതമുണ്ട്, പക്ഷേ അതെന്താണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിയാതെ ഞങ്ങളിതിനെ അങ്ങ് നടത്തിക്കൊണ്ട് പോവുകയാണ്, ആചരിച്ചുകൊണ്ട് പോരുകയാണ്. ഇത് രണ്ടിലേതാണ് നല്ലത് എന്നൊരു ചോദ്യം ഷ്ലെയർമാഖർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം അദ്ദേഹം പറയുന്നത് മതമില്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ്. കാരണം എന്താണ്? ഈ അറിയാൻ വയ്യാതെ ആചരിച്ചു കൊണ്ടിരിക്കുന്ന മതം അതുകൊണ്ടൊരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല, അത് നടുവൊടിക്കുന്ന ഒരു ഭാരം കൂടെയാണ്. അപ്പം നിങ്ങൾ ഒരു കൊട്ട അമേദ്യം ചുമന്നുകൊണ്ട് നടക്കുന്നു. അപ്പം നിങ്ങളുടെ വിചാരം ഇതാണ്ട് രാജകീയമായ ഡിന്നറാണെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മറ്റേ സാധനമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരവസ്ഥയിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ആജീവനാന്തം ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ നടന്നു കടന്ന് നിങ്ങളുടെ തല എൻ്റെ തല മുട്ടയായിപ്പോവും. അല്ല, നിങ്ങൾക്ക് യാതൊരു ഗുണം, നിങ്ങളുടെ നട്ടൽ വളഞ്ഞു പോകും. ഇത് എൻ്റെ അഭിപ്രായമല്ല, അതുകൊണ്ടാണ് ഞാൻ ആ റെഫറൻസുകളോട് പറയുന്നത്. ഷ്ലെയർമാഖർ, CHER, പ്രൊനൗൺസ്ഡ് ഹെർ, ജർമ്മൻ പേരായതുകൊണ്ട് ഷ്ലെയർമാഖർ സ്പീച്ചസ്, സെക്കൻഡ് സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണ്? ഒന്ന്, മതമില്ല. രണ്ട്, മതമുണ്ട്, പക്ഷേ അറിയാതെ നിങ്ങൾ അതെന്താണെന്നറിയാതെ നിങ്ങളത് ആചരിക്കുകയാണ്. ഇത് ഏതാണ് ഏറ്റവും അപലപനീയം? അദ്ദേഹം പറയുന്നത് ഈ അറിയാത്ത മതത്തെ ആചരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടമെന്നാണ് അദ്ദേഹം. അത് വളരെ ചിന്തനീയമാണ്. ഇപ്പോൾ എറണാകുളം അങ്കമാലി ഡയസിസ് നടക്കുന്ന ഈ അരാജകത്വം അതെന്തിനെ പറ്റിയാണ്? ദിവ്യബലിയെ പറ്റിയല്ലേ? ഹോളി സാക്രമെൻറ്റിനെ പറ്റിയല്ലേ? അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെന്താണെന്ന് നിങ്ങൾക്കറിഞ്ഞാൽ പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നോ പടിഞ്ഞാറ് നിന്നോ തിരിഞ്ഞൊന്നും വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ജീവിതത്തോട് ബന്ധമുള്ള ഏതെങ്കിലും കാര്യം നിർവഹിക്കുമ്പോൾ, അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഏത് ദിശയിൽ തിരിഞ്ഞു നിന്നാണ് എന്നത് പ്രസക്തമാണോ? നിങ്ങൾ ശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവൻ്റെ ആധാരം ശ്വസിക്കുന്നു. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ശ്വസിക്കത്തുള്ളൂ എന്ന് പറയുമോ? അല്ല, പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ശ്വസിക്കുമെന്ന് പറയുമോ? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ആഹാരം കഴിക്കുന്നു, നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞാണോ ആഹാരം കഴിക്കുന്നത്? അല്ല, പടിഞ്ഞാട്ട് തിരിഞ്ഞാണോ ആഹാരം കഴിക്കുന്നത്? നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾ പോകുന്ന ബസ് അല്ല വണ്ടി അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കിഴക്കോട്ട് മാത്രമേ പോകാമെന്ന് നിങ്ങൾക്ക് പറയാൻ ഒക്കൂ? നമ്മൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? ഇപ്പോൾ ദൈവത്തെ ശങ്കയുമില്ല മനുഷ്യനോട് കരുതലുമില്ലാത്തൊരു പുരോഹിതൻ ലോഹ ഇട്ടത് കൊണ്ട് അവന് ഈ ദിവ്യബലി നടത്തുന്നു. അവൻ്റെ ഉള്ളിൽ ഈ കൈകാര്യം ചെയ്യുന്ന എന്താണെന്ന് പോലും അവന് ബോധമില്ല. കള്ളും പന്നിയിറച്ചിയും അറിയാം. അങ്ങനെ ഒരു വ്യക്തി ഈ ദിവ്യബലി നടത്തുമ്പോൾ അവൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നാലെന്ത്, പടിഞ്ഞാട്ട് തിരിഞ്ഞാലെന്ത്, അവൻ തലകുത്തി നിന്നാലെന്ത്, എന്ത് വ്യത്യാസം വരുമെന്നായി പറയുന്നത്. അതിനെപ്പറ്റിയാണ് ഈ വലിയ ശണ്ടയും കോലാഹലം ഉണ്ടാക്കുന്നത് എന്ന് ഇത് എങ്ങനെയാണ് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ്
ഏതെങ്കിലും വ്യക്തിക്ക്, ക്രിസ്ത്യാനിക്കോ അക്രൈസ്തവനോ, നടന്നു പോകാൻ സാധിക്കും. ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇത്രമാത്രം അപഹാസ്യമായ ഒരവസ്ഥയെപ്പറ്റി അതിനെ സംരക്ഷിച്ച് നിർത്തുകയാണ് ഒരു കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ കടമയെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അയ്യോ നിങ്ങൾക്ക് കഷ്ടം. എന്നല്ല ഞാൻ എന്ത് പറയുന്നു? നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അപലപിച്ചു. ഞാൻ 10 വർഷം ഒറ്റക്കാലിൽ നിന്ന് നിങ്ങളുടെ തെറിവിളി കേൾക്കാൻ തയ്യാറാണ്. എനിക്കതിനകത്ത് യാതൊരു പരിഭവമില്ല. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുമെങ്കിൽ ദയവായി അനുസ്യൂതം തുടർന്നുകൊള്ളൂ. പക്ഷേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മൃഗങ്ങൾക്ക് പോലും സംഭവിക്കരുതാത്ത അത്യാഹിതമാണ്, അപമാനമാണ്. ഇത് കണ്ടാൽ മനുഷ്യൻ്റെ തോലുരിഞ്ഞ് വീഴേണ്ട പരിപാടിയാണ്. അത് നിങ്ങൾ ദയവായി വെള്ളപൂശരുത്, അതിനെ ന്യായീകരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാറത്തടിച്ച് വിലപിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലെങ്കിലും ഈ ശാപം ഒന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. കാലം എപ്പോഴും ഇതുപോലെ നിൽക്കുകയില്ല. നാളെ ഇന്നത്തെ പോലെ ആകെയില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരെ മറുതലിക്കുന്ന നാൾ അടുത്തിരിക്കുന്നു. പിന്നെ ഞാൻ പറയരുത്. പറയേണ്ടത് ഞാൻ ഇതാ പറഞ്ഞിരിക്കുന്നു. കൈക്കൊള്ളുക അല്ല തിരസ്കരിക്കുക നിങ്ങളുടെ ധർമ്മം. ഇത് മൃഗങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല. ഉപേക്ഷിക്കണം. ജീവൻ്റെ വഴിയിലേക്ക് മടങ്ങി വരണം. യേശുവിനെ അപമാനിക്കുന്ന പരിപാടി നിർത്തണം. സത്യത്തോടും നീതിയോടും സ്വന്തം മനസാക്ഷിയോടും അല്പം കരുതലുണ്ടാകണം. മനുഷ്യത്വം എന്ന് പറയുന്ന ആ വലിയ വെളിച്ചം ഒരു സൂര്യനെ പോലെ നിങ്ങളുടെ മധ്യത്തിൽ ഉദിക്കണം എന്ന ഒരേ ഒരു താല്പര്യത്തിലാണ് ഞാൻ പ്രതികരിക്കുന്നത്. അത് കത്തോലിക്കരിൽ അനേകം ആളുകൾ ഇപ്പോൾ കൂടുതൽ തിരിച്ചറിഞ്ഞു കൊണ്ടേയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആശ്വാസമാണ്. അങ്ങനെയുള്ളവരെ എൻ്റെ ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് തീർച്ചയായും കൂടുതൽ പ്രാബല്യത്തിൽ വരികയും സഭകളിൽ ഒരു വലിയ വ്യത്യാസമുണ്ടാകുകയും ചെയ്യുന്ന ശുഭാപ്തി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ നാളുകൾ കഴിയുന്നത്. അതിനെ മാനിക്കുന്ന ജീവനുള്ള ദൈവമുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അപ്രകാരം തന്നെ നടന്നിരിക്കും. ഇതിനെതിരെ ഒരു ശക്തിയും നിലനിൽക്കുകയില്ല എന്നത് ഞാൻ ആത്മാർത്ഥമായി അടിയുറച്ച് ആത്യന്തികമായി വിശ്വസിക്കുന്നു. നമസ്കാരം.